കുറ്റിപ്പുറത്തു നിന്നൊരു വാർത്ത വരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കുറ്റിപ്പുറം ബസ് അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗതയെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. അപകട സ്ഥലത്ത് അടുത്തടുത്തായി 2 വളവുകളുണ്ട്. അമിത വേഗത്തിലായതിനാൽ ഒരു വളവ് കഴിഞ്ഞ് രണ്ടാമത്തേത് വളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു. റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടപ്പെട്ടെന്നും ഗതാഗത കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബസ് ഡ്രൈവർ ചങ്ങരംകുളം സ്വദേശി ഷബീറിന് പോലീസ് നോട്ടീസ് നൽകി. ജൂലൈ 26 നടന്ന അപകടത്തിൽ ഒരാൾ മരിക്കുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സോണൽ കിഷയുണ്ട്. സോണൽ കിഷ, വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ബസിന്റെ ഭാഗത്താണ്, ഡ്രൈവർക്കാണ്. അമിത വേഗത, അക്വാപ്ലേനിംഗ്, ഇത് രണ്ടുമാണ് അപകടമുണ്ടാക്കിയത് എന്നതാണോ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്? സോണൽ. തീർച്ചയായിട്ടും അരുൺകുമാർ, കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ബസ് വന്നിരുന്നത് അമിത വേഗത്തിലാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതുതന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത്. അതായത് 113 മുതൽ 120 കിലോമീറ്റർ വേഗതയിലായിരുന്നു ആ ബസ് വന്നത്. ആ അപകടം നടക്കുന്നതിന് 45 സെക്കൻഡ് മുൻപുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിലും അക്കാര്യം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന അപകട കാരണമായി പറയുന്നത്, ഈ അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് 2 വളവുകൾ പ്രധാനമായിട്ടുണ്ട്. അമിത വേഗത്തിലായതിനാൽ ആദ്യ വളവ് കഴിഞ്ഞ് രണ്ടാമത്തെ വളവിലേക്ക് എത്തുമ്പോൾ ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അമിത വേഗതയാണ് അതിനും അവിടെയും കാരണമായിട്ടുള്ളത്. അതേസമയത്ത് ഹൈഡ്രോപ്ലെയിനിങ് ഉൾപ്പെടെ സംഭവിച്ചു. അതുതന്നെയാണ് ബസ് അപകടത്തിൽപ്പെടാനുള്ള കാരണമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അപകടത്തിൻ്റെ കാരണങ്ങൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ അപകടത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം അവിടെ എത്തി അദ്ദേഹത്തെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് അയക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ബസ് ഡ്രൈവറായിട്ടുള്ള ചങ്ങരംകുളം സ്വദേശി ഷബീർ പോലീസിന് മുൻപാകെ ഹാജരാകണം എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബസിന്റെ ഭാഗത്ത് നിന്നാണ് പൂർണ്ണ തെറ്റ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അരുൺകുമാർ. താങ്ക് യു. സോണലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ബസ്സിന്റെ അമിത വേഗതയാണ് കാരണം. ആ വരവൊരു വരവായിരുന്നു കേട്ടോ. 112 മുതൽ 120 km/h വേഗത എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ബസ്സേ ഷൂ എന്ന് പറഞ്ഞിട്ടല്ലേ വരിക, അതും നല്ല മഴ പെയ്ത് നല്ലപോലെ തെന്നിക്കിടക്കുന്ന സ്ഥലത്ത്. അക്വാപ്ലെയിനിങ് എന്നുള്ളത് നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അതായത് റോഡിനും ടയറിനും ഇടയിൽ വെള്ളത്തിൻ്റെതായ ഒരു പാളി രൂപപ്പെടും. ആ രൂപപ്പെടുന്ന പാളിയിൽ വണ്ടി കയറുമ്പോൾ സ്വാഭാവികമായും ബ്രേക്ക് ചവിട്ടിയേ കിട്ടൂല, തെന്നിപ്പോവും. അതാണ് അക്വാപ്ലെയിനിങ്. ഇപ്പോൾ അക്വാപ്ലെയിനിങ് ആണ് അതിലൊരു കാരണം. അത്രയും അപകടാവസ്ഥയിൽ 120 km വേഗതയിലൊക്കെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ അപാരമായിപ്പോയി. ഇതിലൊരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, 39 പേർക്ക് പരിക്കേറ്റു. അപ്പോൾ കയ്യിലിരിക്കുന്ന വളയം ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിക്കണം.